ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ ഇപ്പം നല്ല നല്ല സ്നോ ഒക്കെ വീണു തുടങ്ങിയേ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ടായിരുന്നു, എങ്കിലും മഴ ആയതുകൊണ്ട് അത്ര നല്ലപോലെ അറിയുന്നില്ലായിരുന്നു കേട്ടോ. ഇന്നായപ്പോൾ നല്ല സ്നോ വീണ് കിടപ്പുണ്ടേ. അപ്പം ഞാൻ ഇപ്പം വൈശുവിനെ സ്കൂളിൽ വിടാനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അവൾക്കും ഇങ്ങനെ മഞ്ഞൊക്കെ വീഴുന്ന കണ്ട് നല്ല സന്തോഷമാകെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിൻ്റർ സമയത്ത് ചേട്ടൻ്റെ അടുത്ത് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മുഖത്തോട്ട് ഇങ്ങനെ മഞ്ഞ് വിടുന്നതിനാണ് അവളിങ്ങനെ കുടഞ്ഞു കളയുന്നത്. അപ്പോൾ ഞാൻ അവളെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഇറങ്ങി. ഇത് വൈശുവിൻ്റെ സ്കൂളിൻ്റെ പാർക്ക് ഏരിയ കേട്ടോ. ഇവിടെ നല്ലപോലെ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇവിടെ പിന്നെ മഞ്ഞായാലും മഴയായാലും അവരങ്ങനെ കുഞ്ഞുങ്ങളെ അകത്തിരുത്തത്തില്ല, പുറത്തിറക്കി കളിപ്പിക്കും കേട്ടോ. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് വൈശുവിൻ്റെ സ്ട്രോളർ ഒന്ന് കവർ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് മഞ്ഞൊക്കെ വീണ് നല്ല നനഞ്ഞിരിക്കുമേ, അവളെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പം ഞാൻ ഫുള്ളൊന്ന് കവറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ഈ ആദ്യത്തെ സ്നോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ആദ്യത്തെ സ്നോ എപ്പോഴും ഒരു സ്പെഷ്യലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതുവരെയും കഴിയാറായില്ലേ, തീരാറായില്ലേ എന്നുള്ള ഒരു ഫീലാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആപ്പിൾ മരങ്ങളാണ്. ഇപ്രാവശ്യം നമുക്ക് പക്ഷേ അങ്ങനെ ആപ്പിൾ കിട്ടിയില്ല, നാട്ടിൽ പോയേക്കുമായിരുന്നല്ലോ ആ സമയത്ത്. അതുകൊണ്ട് ഇപ്രാവശ്യം ആപ്പിളൊന്നും അധികം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. ഞാനാണെങ്കിൽ ഇന്ന് നോർമൽ ഷൂ ആട്ടോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് നല്ല സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ച് നടന്നില്ലേ വീഴും കേട്ടോ. അപ്പം ഞാൻ പോകാൻ നേരത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നിട്ട് ബ്രെഡും പീനട്ട് ബട്ടറും കൂടി കഴിക്കാമെന്നാട്ടോ വിചാരിച്ചേ. ഇപ്പോഴും പുറത്ത് ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ടേ. നിങ്ങൾക്ക് ഈ ഒരു ചെടി ഓർമ്മയുണ്ടോ? ഞാൻ ഇങ്ങോട്ട് റൂം മാറിയ സമയത്ത് ഐക്കേന്ന് മേടിച്ച കേട്ടോ ഈ മണി പ്ലാന്റ്. ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് ഇത് മൊത്തം ഇങ്ങനെ വാടി നിൽക്കുമായിരുന്നു, വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പതുക്കെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ശരിയാക്കി എടുത്തതാണേ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് വെച്ചതാട്ടോ ഈ മണി പ്ലാന്റ്. അപ്പം നന്ദു ഇന്നും ഓഫീസിൽ പോയിട്ടില്ല. നന്ദു പൊതുവേ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അങ്ങനെ ഓഫീസിൽ പോകാറില്ല കേട്ടോ, വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് നന്ദുവിന് ഇച്ചിരി കോഫി എടുക്കാമെന്ന് വെച്ചാൽ, ഞാനും നന്ദുവും അങ്ങനെ പൊതുവേ ചായയോ കാപ്പിയോ കുടിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഇന്ന് ഒരു തണുപ്പുള്ളതുകൊണ്ട് കോഫി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാവേ. ബൈ.